ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഏപ്രിൽ 13, 2025 ക്രിക്കറ്റ് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ഏതാനും മിനിറ്റുകൾക്കകം മലയാളികളുടെ ഇഷ്ട താരമായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പ്രധാന താരമായ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ് തമ്മിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ നമുക്കറിയാം, രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാം ഹോം സ്റ്റേഡിയമായ രാജസ്ഥാനിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ആദ്യ മത്സരമാണ് ഈ സീസണിലെ ആദ്യ മത്സരമാണ് ഇന്നത്തേത്. ഈ സീസണിൽ അവർ ആദ്യ 2 മത്സരങ്ങൾ കളിച്ചത് അവരുടെ ഉടമസ്ഥരുടെ ജന്മനാടായ ആസാമിൽ വെച്ചായിരുന്നു. ആ മത്സരങ്ങൾ അവർ തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ വെച്ച് 9 മത്സരങ്ങളാണ് രാജസ്ഥാനും ബാംഗ്ലൂരും തമ്മിൽ നടന്നിട്ടുള്ളത്. അതിൽ 5 എണ്ണം രാജസ്ഥാൻ വിജയിച്ചിട്ടുണ്ട്, 4 എണ്ണം ബാംഗ്ലൂരും വിജയിച്ചിട്ടുണ്ട്. ഇനി ബാംഗ്ലൂരും രാജസ്ഥാനും തമ്മിൽ ഇതുവരെ 32 മത്സരങ്ങളാണ് IPL നടന്നിട്ടുള്ളത്. അതിൽ 14 എണ്ണമാണ് രാജസ്ഥാൻ ജയിച്ചിട്ടുള്ളത്, 15 എണ്ണം ബാംഗ്ലൂർ ജയിച്ചിട്ടുണ്ട്, 1 കൂടുതലാണ്, 3 എണ്ണം സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. ഇനി പ്രധാന താരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ആകെ കളിച്ച മത്സരങ്ങളിൽ 30 എണ്ണത്തിലും വിരാട് കോഹ്ലി കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 764 റൺസാണ്. അതേസമയം രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 19 മത്സരങ്ങളാണ് രാജസ്ഥാന് വേണ്ടി ഈ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുള്ളത്. ഈ സ്റ്റേഡിയത്തിലല്ല, ബാംഗ്ലൂരിനെതിരെ കളിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം സ്കോർ ചെയ്തത് 430 റൺസാണ്. ഇനി ഈ വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, ഈ സീസണിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് 4 പോയിൻറ്റോടെ 7ാം സ്ഥാനത്താണ്. അതേസമയം ബാംഗ്ലൂർ 6 പോയിൻറ്റോടെ 5ാം സ്ഥാനത്താണ്. ഈ സീസണിൽ വിരാട് കോഹ്ലി ഇതുവരെ 186 റൺസ് നേടിയിട്ടുണ്ട്. അതേസമയം ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റനായ രജത് പാട്ടീദാറും അതേ സ്കോർ തന്നെയാണ്, 186 റൺസ് നേടിയിട്ടുണ്ട്. എന്നാൽ രാജസ്ഥാന് വേണ്ടി സഞ്ജു സാംസൺ നേടിയിട്ടുള്ളത് 178 റൺസാണ്. പിന്നീട് കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത് അവരുടെ വെസ്റ്റ് ഇൻഡീസ് താരം ഹെറ്റ്മേറാണ്. അദ്ദേഹം 140 റൺസാണ് നേടിയിട്ടുള്ളത്. ഇനി വിക്കറ്റ് വേട്ടക്കാരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ, ബാംഗ്ലൂരിന് വേണ്ടി ഹേസൽവുഡാണ് കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത്, 8 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതേസമയം കൃണാൽ പാണ്ഡ്യയും 7 വിക്കറ്റും യാഷ് ദയാൽ 6 വിക്കറ്റും നേടിയിട്ടുണ്ട്. അതേസമയം രാജസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് ശ്രീലങ്കൻ താരം ഹസരംഗയാണ്. അദ്ദേഹം 6 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് 2ാമത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ് മത്സരം. അതിലും നമുക്കറിയാം, മലയാളികളുടെ ഒരു മലയാളി താരമായ വിഘ്നേഷ് പുത്തൂർ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ നടന്ന മത്സരത്തിൽ നമുക്കറിയാം, ഹൈദരാബാദും പഞ്ചാബും തമ്മിലുള്ള മത്സരമായിരുന്നു. ഒരു ഹൈ സ്കോറിംഗ് മത്സരമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 6 വിക്കറ്റിന് 253 റൺസ് 255 റൺസാണ് എടുത്തത്. അതേസമയം ഹൈദരാബാദ് 247 റൺസ് 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നേടി. അഭിഷേക് ശർമ്മ 141 റൺസ് നേടി. തുടരെ 6ഉം 4ഉം ഒക്കെ അടിച്ചാണ് അദ്ദേഹം അത് നേടിയത്. കുറഞ്ഞ ബോളിലാണ് നേടിയത്. അതേസമയം ടീം ജയിച്ചെങ്കിലും മുൻ ഇന്ത്യൻ പേസ് ബോളർ മുഹമ്മദ് ഷാമിയെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മത്സരമായിരുന്നു. 4 ഓവറിൽ അദ്ദേഹം 75 റൺസാണ് വിട്ടുകൊടുത്തത്. ഒറ്റ റൺസിൻ്റെ ബലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് റെക്കോർഡ് വന്നില്ല എന്ന് മാത്രം. ഈ സ്റ്റേഡിയത്തിൽ നമുക്കറിയാം, ഈ സീസണിൽ തന്നെ രാജസ്ഥാൻ്റെ പേസ് ബോളറായ ജോഫ്ര ആർച്ചർ 4 ഓവറിൽ 76 റൺസ് വിട്ടുകൊടുത്തിട്ട് റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മോശം റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.